ഹലോ ഫ്രണ്ട്സ്, സിപ്പ് വിലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആംബർ ഫോർട്ടും ജയഗർ ഫോർട്ടും കണ്ടിട്ട് ഒരു 5 മണിയോട് കൂടി നഹാഗർ ഫോർട്ടിലേക്ക് വന്നു. ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്നുള്ളത് ഒന്ന് സൺസെറ്റ് മെയിൻ അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു കേട്ടു. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള സിറ്റി വ്യൂ, ഇത് രണ്ടും ഇവിടെ നിന്നുള്ള ഒരു അട്രാക്ഷനാണ്, കാഴ്ച. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് കണക്കാക്കിയിട്ടുള്ളൊരു ടൈമിംഗ് ആണ് ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത്, സൺസെറ്റ് കാണാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്, പിന്നെ നഹാഗർ ഫോർട്ടും ഈ വാക്സ് മ്യൂസിയം ആണ് കാണാനുള്ളത്. 1734 ജയ്പൂർ രാജാവായിരുന്ന സവായ് ജയസിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. ജയ്പൂരിലെ ആരവല്ലി മലകളോട് ചേർന്നിട്ടാണ് നഹാഗർ ഫോർട്ട് ഉള്ളത്. സിറ്റിയിൽ നിന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നഹാഗർ ഫോർട്ട് കാണാൻ പറ്റും. ജന്തർ മന്ദിറിലെ സൺഡയലിൻ്റെ ടൈമിനനുസരിച്ച് ഇവിടെ നഹാഗർ ഫോർട്ടിൽ നിന്നായിരുന്നു പണ്ട് വെടി പൊട്ടിച്ചിരുന്നത്. സവായ് ജയസിംഗ് അദ്ദേഹത്തിൻ്റെ റാണിമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ ഇവിടെ നിന്നുള്ള സിറ്റി വ്യൂ, പിന്നെ സൺസെറ്റ്. ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൺസെറ്റ് കണ്ടിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇവിടെ സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കുകയാണ് എന്താണ് അവിടെ കാണാനുള്ളത് എന്നുള്ളത്. ഒരു കുളമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ജയ്പൂരിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റോറേജ്. അത് ഒരു കോട്ടയുടെ എല്ലാ ഭാഗത്തു നിന്ന് വീണ വെള്ളങ്ങളും ശേഖരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ജയഗർ ഫോർട്ടിലും ഇതുപോലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ജയഗർ ഫോർട്ടിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് കാരണം അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇവിടെയുള്ള ഒരു കുളമാണിത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വന്ന ടൈം ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് വെളിച്ചം കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഷൂട്ട് ചെയ്യാൻ മെനക്കെട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. മഹാരാജ സവായ് ജയസിംഗ് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പണിയേൽപ്പിച്ച കോട്ടയാണെങ്കിലും ഇതിൽ ഒരു വേറെ ചരിത്രം കൂടിയുണ്ട്. 1857 സ്വാതന്ത്ര്യ സമരകാലത്ത്, അത് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഭാര്യയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അവിടെയും സ്ത്രീകളാണ് യൂസ് ചെയ്തത് ഈ കൊട്ടാരം. ബിൽഡിങ്ങുമായിട്ടുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ വ്യൂസ് തന്നെയാണ്. സൺസെറ്റും ടൗണ് സിറ്റി കാണാനുള്ള വ്യൂ. അപ്പോൾ അത് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഒരു ചെറിയ വഴിയാണ് ഇവിടത്തേക്കുള്ളത്, ഒരു നാരോ ആയിട്ടുള്ള വഴിയാണ് ഇതിൻ്റെ മുകളിലേക്കുള്ളത്. ഈ സ്റ്റെപ്പ് വഴിയാണ് ഇതിൻ്റെ ടോപ്പ് ടെറസിലേക്ക്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ജയ്പൂർ സിറ്റി ഫുള്ളായിട്ടെന്ന് വേണമെങ്കിൽ ഏകദേശം നമുക്ക് പറയാൻ പറ്റും. ഫുള്ളായിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ളൊരു മെയിൻ പ്രത്യേകത അതിൻ്റെ മുകളിൽ കാണുന്ന ഈ മകുടങ്ങളും അതിൻ്റെ മുകളിലെ ഇത് നമുക്ക് ഈ സൈഡിലും ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നാഗർ ഫോർട്ടിലെ കാഴ്ചകൾ. അപ്പോൾ ഇതിവിടെയും അധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. മെയിനായിട്ടുള്ളത് പറഞ്ഞല്ലോ സൺസെറ്റും സിറ്റിയിലെ കാഴ്ചയുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ജയഗർ ഫോർട്ടിലെ വേൾഡ് ലാർജസ്റ്റ് കാനോൺ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി എന്നറിയപ്പെടുന്ന ഒരു പീരങ്കിയുണ്ട്, അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ കൂടെ. ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി. ജയഗർ ഫോർട്ടിലൊരു വ്യൂ ആണത്, ചുറ്റും കാണുന്നൊരു വ്യൂ കൂടിയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ.